ആശാറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാ. ആശാറ്റുപോകിലും ഈശൻ കൂടെയുള്ളതാ. ലേശം ഭീതിയില്ലേ, മേശ ഒരുക്കിടും മുൻപിൽ. ലേശം ഭീതിയില്ലേ, മേശ ഒരുക്കിടും മുൻപിൽ. പ്രൈസ് ദ ലോർഡ്. അതേ പ്രീതിയോ മക്കളെ, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ആശയൊക്കെ അറ്റുപോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലും പ്രത്യാശ നൽകി സന്തോഷവും സമാധാനവും നൽകി നമ്മെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി നിറയ്ക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയം ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വചനം നമുക്ക് വായിക്കാം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അതേ പ്രീതിയോ മക്കളെ, 3 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നമുക്കിവിടെ പഠിക്കുവാൻ ഇടയായി തീരും. ഒന്നാമത്, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രത്യാശ നൽകുന്ന ദൈവമാണ്. 2, നാം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരുവാൻ നമുക്കിടയായി തീരും. അതെങ്ങനെ കഴിയും? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് കഴിയും. 3, വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നാം നിറയപ്പെടും. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി നാം മാറുമ്പോൾ ഏത് കാര്യവും വിശ്വസിക്കുവാനുള്ള ആ സന്തോഷവും ആ സമാധാനവും നമ്മിൽ നിറയപ്പെടുവാനിടയായി തീരും. ആയതിനാൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ എന്തുവായിരുന്നാലും ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവ് നമുക്ക് പ്രത്യാശ നൽകും. അതെ, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അത് വെട്ടിയാലും പൊട്ടിക്കിളിർക്കുമെന്ന് നാം യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ തന്നെ യോബിൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു. എന്നാൽ തക്ക സമയമായപ്പോൾ അത് പൊട്ടിക്കിളിർത്തു. ഇരട്ടിയായ അനുഗ്രഹങ്ങൾ യോബ് പ്രാപിച്ചുവെങ്കിൽ, അതുപോലെ താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികളെക്കുറിച്ച് പ്രവാചകനോട് പ്രവചിക്കുവാൻ പറഞ്ഞ ശേഷം അവിടെ ദൈവം പ്രവാചകനോട് പറയുന്നൊരു കാര്യമുണ്ട്: ഈ അസ്ഥികളൊക്കെയും ഇസ്രായേൽ ഗ്രഹമത്തെ അത്രേ. അവർ ചിന്തിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, നിങ്ങളുടെ ആശയൊക്കെ അറ്റുപോയെന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറന്ന് അവിടെ നിന്ന് നിങ്ങളെ തിരികെ കയറ്റുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയ മക്കളെ, ആമേ സ്തോത്രം. സകലതും നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നാലും, ആമേ നഷ്ടങ്ങൾ മാത്രം നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നാലും, അസ്ഥിക്കൂടങ്ങൾ പോലെ സാധ്യതകളൊന്നുമില്ലാതെ സകലതും അസാധ്യമെന്ന് തോന്നുന്ന അവസ്ഥകളിൽ നാം ആയിരുന്നാലും, എല്ലാം ചിതറിക്കിടക്കുന്ന അവസ്ഥ, ഒരു ആമേ സ്തോത്രം പൂർത്തീകരണമില്ലാതെ ഏത് ഭാരത്തിൽ നാം ആയിരുന്നാലും നിശ്ചയമായി പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമ്മുടെ കർത്താവ് പ്രത്യാശ നൽകുന്ന ദൈവമാണ്. വീണ്ടും നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി നാം കാത്തിരുന്ന് ആ ശക്തിയാൽ നാം നിറയപ്പെടുമ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രത്യാശ ഉണ്ടായിരിക്കും. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി, പ്രത്യാശയിൽ കുറവില്ലാത്തവരായി തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി നാം വളർന്നു കഴിയുമ്പോൾ ഏത് അവസ്ഥകളിലും ആമേൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ വിശ്വസിക്കുവാനുള്ള ക്രിസ്തുവിനുള്ള സന്തോഷത്താലും സമാധാനത്താലും നാം നിറയപ്പെടുവാനിടയായിത്തീരും. ആയതിനാൽ ഈ മരുയാത്രയിൽ, ഈ ജീവിതയാത്രയിൽ ആമേൻ ഓരോ ദിവസവും പ്രത്യാശ നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, വിശ്വസിക്കുന്നതിനുള്ള സന്തോഷം സമാധാനത്താൽ നിറയപ്പെട്ടവരായി പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി മുന്നേറുവാൻ കർത്താവ് നമ്മെ
ഏവരെയും സഹായിക്കുമാറാകട്ടെ. അവൻ കാണുന്നതിനെ അല്ല കാണാത്തതിനെ പ്രത്യാശിക്കുന്നു നമുക്കെന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. അതേ, നാം എപ്പോഴും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയുള്ളവരായി തന്നെ ആയിരിക്കണം. ആമേൻ. എല്ലാ നിലകളിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. അങ്ങ് പ്രത്യാശ നൽകുന്ന ദൈവമാണ് കർത്താവേ. അങ്ങയുടെ സ്ഥിതിയിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് പ്രത്യാശകൾ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുറവുകളെ നിറവാക്കി തീർത്തുന്ന ദൈവകരങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.